അടിക്കടിക്ക് തോന്നും വിധം മൊഴിമാറ്റം. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ അന്വേഷണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. രണ്ടാം പ്രതി വിഷ്ണുവിനെ കസ്റ്റഡിയിൽ ലഭിക്കാതായതോടെ അന്വേഷണത്തിൽ കൂടുതൽ മുന്നോട്ടു പോകാൻ പോലീസിന് കഴിയുന്നില്ല. മോഷണ ശ്രമത്തിനിടെ പരിക്കുപറ്റിയ വിഷ്ണു ഇപ്പോഴും ആശുപത്രിയിലാണ്. അന്വേഷണ പുരോഗതിക്ക് മുഖ്യപ്രതി നിതീഷ്, വിഷ്ണു, മാതാവ് സുമ എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്നാണ് പോലീസ് പറയുന്നത്. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതിൽ പോലീസിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരം പ്രതികളിൽ നിന്ന് ലഭിച്ചിട്ടില്ല. കുട്ടിയെ കൊലപ്പെടുത്തി പഴയ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ കുഴിച്ചുമൂടിയെന്ന ആദ്യത്തെ മൊഴി നിതീഷ് മാറ്റിയിരുന്നു. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് കുട്ടിയെ അവിടെ നിന്ന് എടുത്തു കത്തിച്ചു കളഞ്ഞു എന്ന പുതിയ മൊഴി പറഞ്ഞത്. കേസിൽ നിർണായകമായ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടം കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന് വെല്ലുവിളിയാണ്. നിതീഷിനൊപ്പം കേസിൽ പ്രതികളായ വിഷ്ണു, മാതാവ് സുമ എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. എന്നാൽ വിഷ്ണുവിനെ ഇതുവരെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടില്ല. മോഷണ ശ്രമത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തെങ്കിലും വീണ്ടും ആശുപത്രിയിലേക്ക് മാറ്റി. നിതീഷിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുകയും ചെയ്യും. നിതീഷിനെ നാളെ ഒരുപക്ഷെ പോലീസ് കോടതിയിൽ തിരിച്ചേൽപ്പിച്ചേക്കും. വിഷ്ണുവിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് ഇരുവരെയും ഒരുമിച്ച് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. നിലവിൽ ഇടുക്കി SP PK വിഷ്ണുപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസ് അന്വേഷിക്കുന്നത്. 24 ഇടുക്കി.